ഇരുകരകളെ ബന്ധിപ്പിക്കുന്ന കടത്തുവള്ളം നിലച്ചതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് ആലപ്പുഴയിലെ ഹരിപ്പാട് ആനാരിയിലെ ജനങ്ങൾ. 25 വർഷം നീണ്ടുനിന്ന സർവീസിൽ നിന്നും കടത്തുകാരൻ വിരമിച്ചതോടെയാണ് ഈ കടത്ത് മുടങ്ങിയത്. ആവശ്യ സർവീസുകളെല്ലാം മറുകരയിലെത്തിയതിനാൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇവിടുത്തുകാർ ഇപ്പോൾ. ഞങ്ങൾ ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ കടത്തുവള്ളം ഉള്ളതായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ കടത്തുവള്ളത്തിൽ കൂടിയായിരുന്നു. ചില ശീലങ്ങൾ അങ്ങനെയാണ്. അച്ചൻകോവിലാറിന്റെ തീരത്തെ ജനങ്ങൾക്ക് ഗൃഹാതുരത്വമുള്ള ഓർമ്മ കൂടിയാണ് കടത്തുവള്ളത്തിലെ യാത്ര. ആ പതിവിന് അരനൂറ്റാണ്ടിന്റെ തുഴപ്പാടുകളുണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ ക്ലാസ് 4 തസ്തികയിലുള്ള ഫെറിമാൻ നൌഷാദ് കഴിഞ്ഞ മാസം വിരമിച്ചതോടെയാണ് കടത്തുവള്ളം നിലച്ചത്. ഞങ്ങൾക്ക് സാധാരണക്കാരന് അക്കരയ്ക്ക് പോകാനോ അക്കരെ നിന്നുള്ളവർക്ക് ഇക്കരയ്ക്ക് വരാനോ സാധിക്കുന്നില്ല. ഈ രണ്ട് കരക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടത്തുവള്ളമായിരുന്നു ഇത്. ഇപ്പോൾ ആൾക്കാർ തമ്മിലുള്ള ബന്ധം പോലും വിച്ഛേദിക്കുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. പണ്ട് വളരെ പറയുന്ന സ്നേഹബന്ധം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്ക് അക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റത്തുള്ളൂ, അവർ ഇക്കരയ്ക്ക് വന്നാലേ നമ്മളെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവരോടുള്ള ആ ഒരു ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കടത്തുവള്ളം ഇവിടെ സജ്ജീകരിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വടക്കേക്കരയിൽ നിന്ന് ചെറുതന പഞ്ചായത്ത്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, വിവിധ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് ആനാരിക്കടവിലെ കടത്തുവള്ളമായിരുന്നു ഏക ആശ്രയം. ആശുപത്രികളും ആരാധനാലയങ്ങളുമെല്ലാം ആറിന്റെ തെക്കേക്കരയിലാണ്. സ്കൂളിലൊക്കെ പോകാൻ കടത്തുവള്ളം ആവശ്യമാണ്. സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ സമയത്തൊക്കെ ആണെങ്കിൽ കടത്തുവള്ളം പോലും ഇല്ല. നേരെ വഴിയൊക്കെ പോകണം, കുറെ കറങ്ങിയൊക്കെ പോകണം. കടത്തുവള്ളം ഭയങ്കര ആവശ്യമാണ്. അച്ചൻകോവിലാറ്റിലെ ആനാരി, ചെറുതന, ആയാപറമ്പ്, കൊപ്പാറ കടവുകളിലായിരുന്നു സർക്കാർ കടത്തുവള്ളം ഉണ്ടായിരുന്നത്. ചെറുതനയിലും കൊപ്പാറയിലും പാലം വന്നതോടെ വള്ളം നിർത്തലാക്കി. ഇതോടെ വിയ്യപുരത്തിനും ലീഡിംഗ് ചാനലിനും മധ്യേയുള്ള ആയാപറമ്പ് കടവിൽ മാത്രമാണ് സർക്കാർ കടത്തുവള്ളമുള്ളത്. വിരമിച്ച ജീവനക്കാരന് പകരം പുതിയ ആളെ നിയമിച്ച് സർവീസ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.